മോദിയുടെ വക ഒരു ഉപദേശം, അള്ളാഹുവിൻ്റെ വിളിയുള്ള ആൾ ഹജ്ജിന് പോയാൽ മതി. ഇപ്പം ഞാൻ പറഞ്ഞു, ഞങ്ങൾ പറയാ ഇബ്രാഹിം നബീൻ്റെ വിളിയുള്ള ആൾ ഹജ്ജിന് പോയാൽ മതി എന്നാണ്. കേരളത്തിൽ ഹാജിമാർ നേടുന്ന ഏറ്റവും വലിയ പ്രശ്നം സ്വകാര്യ മേഖലയുടെ ചൂഷണമാണ്. ഇപ്പം നരേന്ദ്രമോദി ഗവൺമെന്റിന്റെ ഹാജിമാരുള്ള സമീപനം മാത്രം നോക്കിയാൽ മതി. അത് സാധാരണ ഹാജിമാർക്കൊപ്പമാണ്. എവിടെയോ എന്തോ ഒരു തകരാറ് പോലെ. ഇപ്പം നരേന്ദ്രമോദി ഗവൺമെന്റിന്റെ ഹാജിമാരുള്ള സമീപനം മാത്രം നോക്കിയാൽ മതി. അത് സാധാരണ ഹാജിമാർക്കൊപ്പമാണ്. എനിക്കൊന്നും മനസ്സിലാവുന്നില്ലല്ലോ. ഞാൻ കോമഡി ഫീൽ ചെയ്യാതിരിക്കാൻ വേണ്ടി തന്നെയാ കട്ട ബാസിൽ സംസാരിക്കുന്നത്. നീ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് തന്നെയാണ് ഏറ്റവും വലിയ കോമഡി. ഏറ്റവും സത്യസന്ധമായി വളരെ ദീനിയായ നിലയിൽ ഹജ്ജ് നയം മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് ആഗ്രഹിക്കുന്ന ആളാണ് നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള സർക്കാർ. ഒന്ന് നിന്നേ, ഒരു കാര്യം അറിയാനുണ്ടായിരുന്നു. എന്താ? കരിപ്പൂർ വിമാനത്താവളത്തിൽ നിന്നും ഇത്തവണ ഹജ്ജിന് പോകാൻ ചെലവേറും. നെടുമ്പാശ്ശേരി, കണ്ണൂർ വിമാനത്താവളങ്ങളെ അപേക്ഷിച്ച് ഇരട്ടി ടിക്കറ്റ് നിരക്ക് കരിപ്പൂരിൽ നിന്നും ഹജ്ജിന് പോകുന്നവർ നൽകേണ്ടി വരും. ഇന്ത്യയിലെ എല്ലാ മേഖലകളിലും സ്വകാര്യ ഏജൻസികൾ വന്നപ്പോൾ സർവീസ് മെച്ചപ്പെട്ടു, ചെലവ് ചുരുങ്ങി. എയർ ഇന്ത്യയാണ് കരിപ്പൂരിൽ നിന്നും സർവീസ് നടത്തുക. വലിയ വിമാനങ്ങൾക്ക് സർവീസ് നടത്താൻ നിയന്ത്രണമുള്ളതിനാൽ എയർ ഇന്ത്യ എക്സ്പ്രസ് മാത്രമാണ് കരിപ്പൂരിൽ നിന്ന് സർവീസ് നടത്താൻ തയ്യാറായിട്ടുള്ളത്. സംസ്ഥാന ഹജ്ജ് കമ്മിറ്റി മുഖേന ഹജ്ജിന് പോകുന്നതിൽ പകുതിയിലധികം പേരും കരിപ്പൂരാണ് എംബാർക്കേഷൻ പോയിന്റായി നൽകിയിരിക്കുന്നത്. അതിനാൽ വലിയൊരു വിഭാഗം വിശ്വാസികൾക്ക് വിമാന ടിക്കറ്റ് ഇനത്തിൽ മറ്റു വിമാനത്താവളങ്ങളിൽ നിന്നും പോകുന്നതിനേക്കാൾ 75,000 രൂപ അധികം നൽകേണ്ടി വരും. എനിക്ക് എന്ത് പ്രശ്നം? എന്ത് ഗുരുവാരുണ്ടായാലും ഭൈരവൻ തടിയൂരും. ഞാനൊന്ന് പറഞ്ഞോട്ടെ. ഈ സർക്കാരിനെയാണ് ന്യൂനപക്ഷ വിരുദ്ധ സർക്കാർ എന്നൊക്കെ പറയുന്നത്. ആദ്യമടി പിന്നെ ഡയലോഗ്, അതല്ലാണ് നമ്മുടെ സിസ്റ്റം. അതെ അതെ. ഇന്ത്യയിലെ എല്ലാ മേഖലകളിലും സ്വകാര്യ ഏജൻസികൾ വന്നപ്പോൾ സർവീസ് മെച്ചപ്പെട്ടു, ചെലവ് ചുരുങ്ങി. നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ നിന്നും ഹജ്ജിന് പോയി വരാൻ സൗദി എയർലൈൻസിൽ 86,000 രൂപയും കണ്ണൂരിൽ നിന്നും 89,000 രൂപയും ഈടാക്കുന്നത്. എന്നാൽ കരിപ്പൂരിൽ നിന്നും എയർ ഇന്ത്യ 1,65,000 രൂപയാണ് ഈടാക്കുക. അത് നീ ഇങ്ങനെ ചൂഷണം ചെയ്യില്ലേ രാജാ? കോഴിക്കോട് ലൈസൻസ് അധികം വരുമായിരിക്കും, കോഴിക്കോട് ലൈസൻസ് അധികം വരുമായിരിക്കും, കോഴിക്കോട് ലൈസൻസ് അധികം വരുമായിരിക്കും. ഇതൊക്കെ എങ്ങനെ സാധിക്കുന്നു അളിയാ എന്നുകൂടി ഹജ്ജ് കമ്മിറ്റി ചെയർമാൻ എന്ന നിലയിൽ പറയുകയാണ്. ഇത് വടി കൊടുത്ത് അടി വാങ്ങുന്ന പരിപാടിയാണല്ലോ ബാബു. കേട്ടോടാ കുടുംബം നോക്കാത്ത തെണ്ടി. അതെന്റെ പേർക്ക് പറഞ്ഞതാ. ഞാനില്ലേ, അത് ഞാനല്ല, ഞാൻ എവിടെയോ ആണ്. പോയിട്ട് ചില അത്യാവശ്യം ഉണ്ട്.